അമൃതാനന്ദമയി മഠത്തിലെ സ്വാമി വേദാമൃതാനന്ദ പുരി ചേരുന്നു. സ്വാമി ഈ വിഷയം ശ്രദ്ധിച്ച് കാണും. മഹാമണ്ഡലേശ്വരന് സ്വീകരണം നൽകാനുള്ള തീരുമാനം അതെടുത്തു. നേരത്തെ സംഘാടക സമിതി അനുവാദം ചോദിച്ചു കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ. ഇന്ന് വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ ശ്രീമൂലസ്ഥാനത്ത് അനുമതി നൽകിയതാണ്. പക്ഷേ അവസാന നിമിഷം അതിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുന്നു. സ്വാമി, എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? യഥാർത്ഥത്തിൽ ഒരു ഹിന്ദുമത വിശ്വാസി അല്ലെങ്കിൽ നിലയിൽ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന പല സംഭവവികാസങ്ങളും വളരെ ആശങ്കാജനകമാണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം നമുക്കൊരു മഹാമണ്ഡലേശ്വരൻ ഉണ്ടാവുക എന്നുള്ളത് ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അദ്ദേഹത്തിനെ നമ്മളിപ്പോ തിരുവനന്തപുരത്തുണ്ട്, കാലടിയിൽ സ്വീകരണം കഴിഞ്ഞു, അപ്പൊ നടന്നിരിക്കുകയാണ്. അപ്പോ ഈ തൃശ്ശൂർ ദേവസ്വം ബോർഡിലെ അനുമതി നിഷേധിച്ച് തീർച്ചയായിട്ടും പ്രതിഷേധാർഹമാണ്. കാരണം ഇത്രയും ജനങ്ങള് അത്രയും ആദരവോട് സ്വീകരിക്കുന്ന ഒരു വലിയ പരിപാടിയെ ദേവസ്വം ബോർഡിനെ പെട്ടെന്ന് ഒരു തീരുമാനം മാറ്റുന്നത് ഹിന്ദു വിശ്വാസത്തോടുള്ള അവഹേളനം തന്നെയാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹം തന്നെയാണ്, എനിക്കറിയാം, തൃശ്ശൂർ നമ്മുടെ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള കാശിയിലെ ഒരു വലിയ കെട്ടിട സമുച്ചയം അത് അതിന് വേണ്ടി പ്രയത്നിച്ച് നിയമപരമായിട്ട് അത് കേരളത്തിന് ദേവസ്വം ബോർഡ് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് പ്രയത്നം ചെയ്ത ആളാണ്. അതുപോലെ കേരളത്തിലെ നമ്മുടെ കുംഭമേളയിലും ഉത്തരേന്ത്യയിലെ എല്ലാ സവിശേഷമായിട്ടുള്ള ശക്തമായിട്ട് ജുന അഖാഡയിലെ ഒരു മഹാമണ്ഡലേശ്വരനാണ് സ്വാമി ആനന്ദവനം. അദ്ദേഹത്തിനുള്ള സ്വീകരണത്തില് ഇങ്ങനെ ഒരു തടസ്സം സൃഷ്ടിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ പ്രതിഷേധാർഹമാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വേദനാജനകമാണ്. തീർച്ചയായിട്ടും എല്ലാ അന്ധവിശ്വാസങ്ങൾക്കെതിരെ നടക്കുന്ന കാര്യങ്ങളും തീർച്ചയായിട്ടും അതിനെ നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും കുറച്ച് വിശാല മനസ്സോടുകൂടി ദേവസ്വം ബോർഡുകൾ ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം സന്യാസിമാരുടെ കാര്യത്തിലും ധാർമ്മിക വിഷയങ്ങളിലും ഒരു പോസിറ്റീവായിട്ടുള്ള സമീപനം എടുക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. സ്വാമി, ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കുകയാണ്. സ്വാമി, നിരന്തരം ഇത്തരത്തിലുള്ള അവഗണനകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് ഹൈന്ദവ സമൂഹം. അവർ പ്രതികരിക്കുന്നുണ്ട്, പക്ഷേ അത് പെട്ടെന്ന് തന്നെ അങ്ങ് വിസ്മരിക്കുകയും ചെയ്യുന്നു. വീണ്ടും ദേവസ്വം ബോർഡുമായി സഹകരിച്ചൊക്കെ പോരുന്നു. ഇതിന് ശാശ്വതമായിട്ട് ഇത്തരം വിഷയങ്ങൾ അത് ദേവസ്വം ബോർഡുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. കൃത്യമായിട്ട് നിയമ നടപടികളിലേക്ക് കടക്കുന്നുണ്ട് ഹൈന്ദവ സംഘടനകൾ. പക്ഷേ ഇപ്പോഴും ഹിന്ദുക്കൾക്ക് കൃത്യമായിട്ടുള്ള ഒരു അവബോധം ഇത്തരം വിഷയങ്ങളിൽ സ്ഥിരമായി അവഗണിക്കപ്പെടുന്ന ആ ഒരു നിലപാട്, സമീപനം അതുണ്ടായിട്ടും കൃത്യമായിട്ട് അവർക്ക് ഇതിനെക്കുറിച്ചുള്ളൊരു അവബോധം എന്തുകൊണ്ട് ഉണ്ടാവുന്നില്ല? ആരാണ് അതിന് ഉത്തരവാദി? ഇനിയെങ്കിലും ഉണർന്ന് പ്രതികരിക്കേണ്ടതല്ലേ ഹൈന്ദവ സമൂഹം? അത് കക്ഷിരാഷ്ട്രീയം മറന്ന് അങ്ങനെ ഒരു നീക്കമുണ്ടാവേണ്ടതല്ലേ? ആ സമയം അതിക്രമിച്ചില്ലേ? തീർച്ചയായിട്ടും. കാരണം നിരന്തരമായിട്ട് ഒരു പ്രത്യേക മതവിശ്വാസത്തെയും അതിന്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ക്ഷേത്ര ഉത്സവങ്ങളെയൊക്കെ തന്നെ നിരന്തരം ഇങ്ങനെ പല രീതിയിൽ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് ഒരുപക്ഷെ കടക്കിൽ സംഭവമൊക്കെ ഉദാഹരണമായിട്ട് എടുക്കാം. പക്ഷെ അത് ഒരു മറ്റു മതസ്ഥരുടെ വിശ്വാസങ്ങളിലേക്ക് കടന്നുകയറ്റില്ല. അപ്പൊ തീർച്ചയായിട്ടും അതിന് കൃത്യമായ മറുപടി എന്ന് പറയുന്നത് ഹൈന്ദവ സമൂഹം ഉണരുക എന്നുള്ളത് തന്നെയാണ്. പല ഹിന്ദുമത നാമധാരികളുമാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത് എന്നുള്ളതും നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും പൊതുവിൽ ഹിന്ദു സമൂഹം ഉണരുകയും ഇത്രയും ധർമ്മവിരുദ്ധമായിട്ടുള്ള നമ്മളൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന ആളുകളാണല്ലോ രാഷ്ട്രീയക്കാരെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും വ്യക്തമായ ഒരു തീരുമാനം ഹിന്ദുക്കൾ എടുക്കണം. കാരണം നമ്മുടെ ഇതൊക്കെ ഈ സംസ്കാരത്തെയും മൂല്യങ്ങളെയും ധർമ്മത്തെയും സംരക്ഷിക്കാനുള്ള ബാധ്യത എന്ന് പറയുന്നത് ഏതെങ്കിലും പ്രത്യേക സംഘടനയ്ക്ക് മാത്രമുള്ളതല്ല, പൊതുവായിട്ടുള്ള ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വരുന്ന തലമുറയ്ക്കും കൂടി വേണ്ടിയാണ് നമ്മൾ ഇത്രയും കാര്യങ്ങളിൽ ഒരു ശക്തമായ നിലപാടെടുക്കേണ്ടത്. തീർച്ചയായിട്ടും ഹിന്ദു സമൂഹം ഇത്രയും കാര്യങ്ങളെ തിരിച്ചറിയുകയും അതിനെ പ്രതിഷേധിക്കുകയും ഇനിയും ഇങ്ങനെ ഉണ്ടാവാതിരിക്കാനുള്ള ഒരു മുന്നറിയിപ്പ് ദേവസ്വം ബോർഡിനായിക്കോട്ടെ അല്ല അധികാരി വർഗത്തിന്റെ മുമ്പിലും കാണിച്ചു കൊടുക്കേണ്ടതാണ് എന്നുള്ളതാണ്. സന്യാസിമാരും പ്രതിഷേധിക്കുന്നുണ്ട്, നമ്മളെല്ലാവരും. പക്ഷെ നമുക്ക് എപ്പോഴും നമ്മളൊരു ഒരു സനാതന ധർമ്മ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രതിഷേധം എന്ന് പറയുന്നത് ധാർമ്മികവും ജനാധിപത്യപരമായ രീതിയിലാണ് നമ്മൾ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. അത്
അതിനെ നമ്മൾ ആരും ചൂഷണം ചെയ്യപ്പെടുന്ന രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ദേവസ്വം ബോർഡിന് ഒരു തിരിച്ചറിവ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെയധികം നന്ദി സ്വാമി, ഈ ഘട്ടത്തിൽ പ്രതികരിച്ചത് വളരെയധികം നന്ദി.